കണ്ടുകൊണ്ട് അനുരാഗികളുടെ മനസ്സിൽ ആയത്തിൽ പതിഞ്ഞ ഒരുപാട് കവികൾ ചരിത്രത്തിലുടനീളം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത, അവർക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സ്ഥാനമാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു റഹ്മത്തുള്ളാഹിയെ തേടിയെത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മദ്ഹിൽ അലിഞ്ഞ, ഹബീബിനെ കുറിച്ചുള്ള കാവ്യത്തിലും കഥയിലും അലിഞ്ഞ ജീവിതം തന്നെയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇമാം ബൂസൂരി തങ്ങള് ആദ്യകാലം മുതലേ കവിത എഴുതുമായിരുന്നു. അവിടുന്ന് ഒരുപാട് കവിതകളും ഒരുപാട് കഥകളും നിരന്തരം മദ്ഹുകളും രചിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉദ്യോഗസ്ഥന്റെ ജോലിയായിരുന്നു. ആ ഉദ്യോഗസ്ഥ കൂട്ടായ്മയില് ഒരുപാട് ആളുകൾ അഴിമതി കാണിക്കുന്നത് കാരണം അദ്ദേഹം ആ ജോലി രാജിവെക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വഴിയരികിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളെ കണ്ടുമുട്ടാനിടയായി. സംസാരത്തിനിടയിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ നബിതങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹിയെ ഒരുപാട് ചിന്തിപ്പിച്ചു. തൻ്റെ മനസ്സിൽ ഹബീബിനെ കാണണമെന്ന ആശ വല്ലാതെ പെരുകി. തനിക്ക് പിന്നെ ഉറക്കം ലഭിക്കാതെയായി. പിന്നീട് അങ്ങോട്ട് നിരന്തരം അദ്ദേഹം ഒരുപാട് കവിതകൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രചിക്കാൻ തുടങ്ങി. ഒരുപാട് മദ്ഹുകൾ എഴുതാൻ തുടങ്ങി. അവിടുന്ന് ഒരുപാട് രചനകൾ നബി തങ്ങളെ കുറിച്ച് പുകഴ്ത്തി അങ്ങനെ എഴുതി. തനിക്ക് ഹബീബിനെ സ്വപ്നത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദർശിക്കണമെന്ന അടങ്ങാത്ത അഭിലാഷവുമായിക്കൊണ്ടാണ് ബൂസൂരി ഇമാം ഇങ്ങനെ എഴുതിയിരുന്നത്. അങ്ങനെ ഒരിക്കല് തനിക്ക് ഒരു രോഗം പിടിപെടുകയാണ്. തൻ്റെ ഒരു ഭാഗം മുഴുവനായും തളർന്ന് തനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത, തൻ്റെ ശരീരങ്ങൾ ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വാതരോഗം പിടിപെട്ടുകൊണ്ട് വല്ലാതെ വിഷമത്തിലായി. അങ്ങനെയാണ് തനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. എന്ത്? ഹബീബിനെ കുറിച്ച് മദ്ഹുകൾ എഴുതിയാൽ, ഹബീബിനെ കുറിച്ച് കാവ്യങ്ങൾ രചിച്ചാൽ എനിക്ക് എൻ്റെ രോഗം ശിഫയാകുമെന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രചനയായ അൽ ഖവാക്കിബ് ദുരിയ ഫി മദ്ഹി ഖൈരിൽ ബരിയ എന്ന ബുർദ അദ്ദേഹം രചിക്കുന്നത്. ബുർദയുടെ അർത്ഥം ബുർഉദ്ദ, രോഗശമനം എന്നാണ്. അങ്ങനെ അദ്ദേഹം ആ രോഗം മാറണമെന്ന ആഗ്രഹത്തോടു കൂടി കവിത ഇങ്ങനെ എഴുതി പൂർത്തിയാകുന്ന സമയത്ത് ഒരിക്കൽ നബി തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ബൂസൂരി ഇമാമിനോട് പറയുകയാണ്, നിങ്ങൾ ആ കവിതയൊന്ന്, നിങ്ങൾ എന്നെ കുറിച്ച് എഴുതി ആ മദ്ഹൊന്ന് പാടിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ബൂസൂരി ഇമാം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ അതിൻ്റെ താളത്തിൽ ലയിച്ച് ആടുകയാണ്. അങ്ങനെ ഒരു വരിയെത്തിയപ്പോൾ ആ വരിയെത്തിയപ്പോൾ ഇമാം ബൂസൂരി തങ്ങൾക്ക് വരി കിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ടും പിന്നെ എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ നബി തങ്ങൾ അവിടുന്ന് പാടിക്കൊടുക്കുകയാണ്, എന്നവിടുന്ന് പാടിക്കൊടുക്കുകയാണ്. സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമനാണ്, എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും ഉത്തമനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വരി. അങ്ങനെ ബുർദ പാടിക്കഴിഞ്ഞ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ രോഗത്തിൻ്റെ കാര്യം വളരെ വിഷമത്തോടു കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നബി തങ്ങൾ ഒന്നുകൊണ്ട് ബൂസൂരി ഇമാമിനെ ആകെ ഒന്ന് തടവി. അതോടുകൂടി ബൂസൂരി ഇമാമിൻ്റെ തളർവാദം പെട്ടെന്ന് ശിഫിയായി. പിറ്റേന്ന് രാവിലെ ബൂസൂരി ഇമാം ഉറക്കിൽ നിന്നും ഉണർന്ന സമയത്ത് തൻ്റെ ശരീരത്തിൽ ഒരു പുതപ്പ് കാണുകയാണ്. അപ്പോഴാണ് ബൂസൂരി ഇമാമിന് ഓർമ്മ വന്നത്, ഇന്നലെ രാത്രി ബുർദ മുഴുവനും ചൊല്ലി കേൾപ്പിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരം എന്നുള്ള നിലക്ക് ഒരു പുതപ്പെടുത്തിട്ട് എൻ്റെ മേൽ പുതച്ചതാണെന്ന്. അത് പിറ്റേ ദിവസം രാവിലെ നീച്ചപ്പോഴും ആ ശരീരത്തിൽ അങ്ങനെയുണ്ട്. ഈ ഒരു ചരിത്രമാണ് നാസർ മേച്ചേരി വളരെ ഭംഗിയായിട്ട് കുറഞ്ഞ വരികളിൽ വലിയ ആശയത്തോടു കൂടി രചിച്ചു വെച്ചിട്ടുള്ളത്. ഇശല്, കൊമ്പ്, ഇടച്ചാട്ട്, മുറുക്കം. വിണ്ടിടാം കിസ്വൈമിഹാരം വിങ്കിടാം മജബദിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിതിൽ പാരം. വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം മജബദിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിതിൽ പാരം. കൊരുത്തു മുത്തുകൾ പടുത്ത് കോർത്തിത് കതിത്ത് കോർവൈതാ
തലത്തിലൊത്തിരി ചിത്തമുതിർത്ത വിധത്തിൽ ചേർത്തതിൽ തരമിതുമേ ഖസീദത്തുൽ ബുർദയിലുത്തതുമേ ബൈത്തും വിരുത്തി പൂജിതമേ വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം അജബതിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിതിൽ പാരം ഉണ്ടതുമേ ചരിതമിതുണ്ടുമേ പണ്ടത് ചണ്ടരിലേ ഉന്മയിലായി വെണ്മ നിറൈന്തൊരു ഗുണമണിനൂറതിലേ ആറ്റമിലായി ഊറ്റമ ചാറ്റിയ മാറ്റ് ഖസീദയുമേ ഏറ്റമിലായി ഉറ്റിയ മാറ്റിൽ ആറ്റൽ റസൂലരുമേ ആറ്റൽ റസൂലരിലുണ്ട് മിണ്ടീടും തുണ്ടിത് കൊണ്ടേറ്റം കൗലതുമുണ്ട് കാമിലാം പരിഷതിലുണ്ട് ഉരത്ത് കുശിത്ത് തരിത്ത് തലത്തിലുത്തമരായതുമേ ഹൃത്തിൽ അത്തലമുത്തതുമേ സത്യമുത്ത് ചിരിത്തതുമേ വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം അജബതിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിത് പാരം താണ്ടിയതാം ഇസ്മതുമെണ്ടുമെ അബു അബ്ദില്ലാഹ് തക്കമിലായി തക്കോർ താക്കമൽ മറലായി റളിയല്ലാഹ് ഏറ്റമിലായി ബേത്തിയമായി അത്തരമത്തലമേ ഏർത്തിടലായി നൗമത് പൂണ്ട് നിണ്ടവർ ലൈലതുമേ ലൈലിൽ കീനാ കണ്ട് ലാശക്ക നണ്ടിനരുണ്ട് നണ്ടായി നണ്ടിയ ചണ്ടർ താനത്തിൽ ഉത്തമരുണ്ട് എടുത്ത് കൊടുത്ത് കുശിത്ത് തലത്തിലുത്തേറിയവുമേ ഉത്തേ ചിത്തിരമുത്തതുമേ ഒത്ത മുത്ത പുതൈത്തതുമേ വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം അജബതിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിത് പാരം കണ്ടനുടെ വേണ്ടുകയാലെ കിണ്ടം നീങ്ങിടുമേ കത്തനുടെ ചിത്തിരമുത്ത് മുഹമ്മദിൻ ബിറതുമേ ബദനത്തിലായി പൂണ്ട ബദകൾ ഭേദമതേകിടുമേ പങ്കിടലായി റങ്കി വിളങ്കി ചൊങ്കതിലെങ്കിയുമേ ശുക്രായി തോതിവിണ്ട് ശീതിയിൽ ശിഫയുണ്ട് ശൗനിയിൽ റാഹത്തുണ്ട് ശൗമം ശുരുതി പൂണ്ട് തുതിത്ത് കുതിത്ത് കതിത്ത് ഹസിത്ത് ഉത്തമരായതുമേ ഇസ്മും അത്തലമുത്തതുമേ ബുർദ ഏണ്ടും ചമയ്ത്തതുമേ വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം അജബതിൽ നേരം കൊണ്ടിതിൽ അവിതിടുമോരം കാമിലിൻ കനിവിതിൽ പാരം കൊരുത്തുമുത്തുകൾ പടുത്ത് കോർത്തിത് കതിത്ത് കോർവൈതാം തലത്തിലൊത്തിരി ചിത്തമുതിർത്ത വിധത്തിൽ ചേർത്തതിൽ തരമിതുമേ ഖസീദത്തുൽ ബുർദയിലുത്തതുമേ ബൈത്തും വിരുത്തി പൂജിതമേ വിണ്ടിടാം കിസ്വൈമിഹാരം വിണ്ടിടാം അജബതിൽ നേരം കൊണ്ടിതിൽ നവിണ്ടിടുമോരം കാമിലിൻ കനിവിതിൽ പാരം കാമിലിൻ കനിവിതിൽ പാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.